പിന്നെ തൈര്, പിന്നെ ഇച്ചിരി ചോറ് മതി. പിന്നെ ചോറ്, പിന്നെ അച്ചാറും. അച്ചാറും വേണോ? നീ അച്ചാർ കൂട്ടത്തില്ലല്ലോ. അച്ചാർ ഇഷ്ടമാണ് എനിക്ക്. ഞാൻ പറയട്ടെ, എനിക്ക് ഇത്രയുള്ള ചോറും ഇച്ചിരി ഇതും കൂടെ വെക്കണ്ട. ഇച്ചിരി ഇതുണ്ടല്ലോ ചാറ്, ഇച്ചിരി ചമ്മന്തിയും കൂടെ. ഞാൻ ഡയറ്റിലാ. അല്ല, ചുമ്മാ കള്ളത്തരം. ഡയറ്റിലാന്ന് പറഞ്ഞ ഞങ്ങളെക്കാളും തിന്നുന്ന പൊന്നു. ഡയറ്റിലല്ലേ? ശരിയാ, ഡയറ്റിലാണ്. കേട്ടല്ലോ മുത്തുമണീസ്, എന്നും ഉറങ്ങാൻ കിടക്കുമ്പോൾ 2 പേർക്കും കഥ പറഞ്ഞു കൊടുക്കണം. അതിനിടയിൽ ഞാൻ ചോദിച്ചാണ് നാളെ എന്തോ വേണമെന്ന്. ആദ്യം മോനക്കുട്ടി ദോശ വേണമെന്നാണ് പറഞ്ഞത്. അപ്പം ഞാൻ പറഞ്ഞു, ദോശയ്ക്കുള്ള മാവൊന്നും അമ്മ ആട്ടി വെച്ചിട്ടില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ എന്നാ ചോറ് മതി. അപ്പോൾ ചീര ഇന്നലെ വാങ്ങിച്ചതുണ്ടായിരുന്നു. അപ്പോൾ അത് തോരൻ വെക്കാൻ വേണ്ടി അരിയാണ്. ഞാൻ നേരത്തെയൊക്കെ ആണെങ്കിൽ ചീരയുടെ ഇല മാത്രം അരിയായിരുന്നു കേട്ടോ. ഇന്നാൾക്ക് അമ്മ വന്നപ്പോൾ എന്നോട് പറഞ്ഞു അങ്ങനെ ഇല മാത്രം അരിയരുത്, ഇളം തണ്ടും കൂടി ചേർത്ത് അരിഞ്ഞെടുക്കണമെന്ന്. അപ്പോൾ ഇന്ന് തണ്ടൂടെ ചേർത്ത് അരിഞ്ഞെടുത്ത കേട്ടോ. മോനുകുട്ടന് പ്രത്യേകിച്ച് എന്തെങ്കിലും വേണമെന്ന് ചോദിച്ചാൽ അവൻ ചെറിയ ചെറിയ കാര്യങ്ങളെ പറയാം, അതുകൊണ്ട് നല്ലതാണ്. അപ്പോൾ ചമ്മന്തി അരച്ചെടുത്തു. പൊന്നൂസിനും അണ്ണനും പനിയാണ്. ഈ മദ്രസയിലെ ട്യൂഷന് പോകുന്ന രാവിലെ 6 മണി ആ സമയത്താണല്ലോ, ഭയങ്കര മഞ്ഞും തണുപ്പുമാണ്. അങ്ങനെ 2 പേർക്കും പനി പിടിച്ചു കേട്ടോ. പിന്നെ ഇപ്പോൾ എക്സാമും അല്ലേ. മോനുകുട്ടന് കുറച്ച് തൈര് വെച്ചു കേട്ടോ, പൊന്നൂന് വെക്കുന്നില്ല. പിന്നെ ഫ്രിഡ്ജിലിരിക്കുന്ന ഫ്രൂട്ട്സ് നല്ലോണം തണുപ്പായിരുന്നു. അപ്പോൾ സ്നാക്സ് ആയിട്ട് നമ്മുടെ ബട്ടർ കുക്കീസും പ്ലം കേക്കും വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ചോറ് ഞാൻ വാരി കൊടുത്തു. 2 പേരും എക്സാമിന് പോകാൻ റെഡിയായി.